ഹലോ ഗൈസ്, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യണ പോലെ ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡൗൺലോഡ്സിൻ്റെയൊക്കെ ലിങ്ക് റീലിലെ അല്ലെങ്കിൽ പോസ്റ്റിന് താഴെയൊക്കെ കമൻറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇൻബോക്സിൽ എങ്ങനെ വരുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് അതിനാദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കായിട്ട് ലിങ്ക് ആയിരിക്കണം. ലിങ്ക് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ആ ഇമെയിൽ ഐ ഡി വെച്ച് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നേരെ ഗൂഗിളിൽ കയറിയിട്ട് മെനീചാറ്റ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ ഫസ്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലിങ്ക് ആക്കുക. ഇൻസ്റ്റഗ്രാം ലിങ്ക് ആയില്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ലിങ്ക് ആക്കുക. ഞാൻ ഓൾറെഡി ലിങ്ക് ആക്കിയതുകൊണ്ട് എനിക്ക് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ കാണിക്കില്ല. എന്നുവെച്ചാൽ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് വിത്ത് ന്യൂ പ്ലാനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേഴ്സണൽ യൂസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബോത്ത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പേഴ്സണൽ പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ മെയിനായിട്ട് ഐ ഡോണ്ട് മോണിറ്റൈസ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് കൊടുത്താൽ തന്നെ നമുക്ക് എല്ലാ ഓപ്ഷൻസും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കി. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ചേഞ്ച് ആക്കും. കാരണം അത് ചേഞ്ച് ആക്കി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും. പോരാ തന്നെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കാണുന്ന ഇൻ്റർഫേസ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓട്ടോമേഷൻസ് ഉണ്ട്. കമൻറ്റ് ചെയ്താൽ നമുക്ക് ഡി എമ്മിലോട്ട് മെസ്സേജ് പോകുന്ന ഓപ്ഷൻ, പിന്നെ അതല്ലാണ്ട് സ്റ്റോറിയിൽ നിന്ന് ഓട്ടോമാറ്റിക് ലീഡ്സ് ജനറേറ്റ് ചെയ്ത് പോകുന്ന ഓപ്ഷൻ, പിന്നെ ഓട്ടോമാറ്റിക് AI ചാറ്റ്, കോൺവെർസേഷൻ, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമുക്ക് കമൻറ്റ് ചെയ്താൽ എങ്ങനെ ലിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡി എമ്മിൽ സെൻഡ് ആവുന്നത് അതിൻ്റെ ഓപ്ഷൻ നോക്കാം. അതിനായിട്ട് നമുക്കൊരു പോസ്റ്റ് റീല് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ പോസ്റ്റ് ഒന്നും ഇടാത്തതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ ഒരു പോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഞാനൊരു റീല് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് വേണ്ട റീല് അല്ലെങ്കിൽ പോസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഏത് വേർഡ് കമൻറ്റ് ചെയ്താലും നമുക്ക് ലിങ്ക് ഡി എമ്മിലോട്ട് പോകേണ്ടത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് സ്പെസിഫിക് വേർഡ് അങ്ങനെയൊന്നുമില്ല, ഏത് വേർഡ് ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല എനി വേർഡ് നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പോസ്റ്റിന് എന്ത് കമൻറ്റ് വന്നാലും ഓട്ടോമാറ്റിക് അവർക്ക് ആ ലിങ്ക് മെസ്സേജിലോട്ട് പോകും. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇതിൽ ലിങ്ക് എന്ന ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവർക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് മെസ്സേജ് പോവാം. അതിൻ്റെ താഴെ നമുക്കത് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം വലിയ ചേഞ്ചൊന്നും വരുത്തുന്നില്ല. അതിന് താഴെ ഈ ഓപ്ഷനിൽ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ്സ് ആണ് അതിൻ്റെ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ക്യാപ്ഷൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലിങ്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് അതിന് മേലെ ഓപ്പൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ പോസ്റ്റിന് താഴെ ഒരു കമൻറ്റ് വന്നാൽ അതിന് ഓട്ടോമാറ്റിക് കമൻറ്റ് റീപ്ലൈ കൊടുക്കുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഓട്ടോമേഷനായി. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ അക്കൗണ്ട് എടുത്തിട്ട് പോസ്റ്റിന് താഴെ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്തു. ഓക്കെ, കമൻറ്റ് ചെയ്ത ടൈമിൽ തന്നെ നമുക്ക് ഡി എമ്മിൽ മെസ്സേജ് വന്നു. അപ്പോൾ നമുക്ക് അത് ലിങ്ക് കയറി അത് ഓപ്പൺ ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഓപ്പൺ ആവുന്നുണ്ട്, സെറ്റ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. കൂടുതൽ യൂസ്ഫുൾ ടിപ്സായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. സീ യു സൂൺ.